ഒരു വശത്ത് സ്മൃതി ഇറാനിയുടെ വെളിപാട്, മറ്റൊരു വശത്താണെങ്കിൽ കങ്കണയുടെ വെളിവുകേട്. ഹേമയിൽ മുങ്ങിപ്പോയിട്ടുള്ള രണ്ട് ന്യൂസാട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് സ്മൃതി ഇറാനിക്ക് ഒരു വെളിപാട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിനെ പ്രശംസിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് സംസാരിക്കേണ്ട അയാൾ. मुझे लगता है कि राहुल गांधी की पॉलिटिक्स में एक चेंज आया है, पॉलिटिक्स में चेंज आया है. He thinks he has tasted success. एकदम इन्होंने वक्त बदल दिया, जज्बात बदल दिए, जिंदगी बदल दी. तो इफ यू नोटिस कहाँ जाके कास्ट का जब वो बोलते हैं, जैसे कि मैंने कहा उनके इतने साल की राजनीति में पहली बार वो ज़्यादा इंस्ट्रूमेंट बोल रहे हैं, टी शर्ट पहनते हैं पार्लियामेंट में, तो वो जानते हैं कि उस वाइट टी शर्ट का एक युवा पीढ़ी में वो क्या संदेश देना चाह रहे हैं. हम इस गलत फहमी में ना रहें कि वो कोई भी कदम जो है वो आपको कदम अच्छा लगे बुरा लगे, वो कदम आपको बचकाना लगे, लेकिन वो अलग पॉलिटिक्स सब कर रहे हैं. സ്മൃതി ഈ പറയുന്നതിന്റെ ചുരുക്കം നമുക്ക് പറയാം. അതായത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്, അതിന്റെ ഇംപ്രൂവ്മെന്റിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു കാലത്ത് ഇവര് താറുമാറാക്കി രാഹുൽ ഗാന്ധിയുടെ യാതൊരു പ്രസ്താവനകളെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിനെ തന്നെ ഒട്ടും ഗൗനിക്കാണ്ട് മുന്നോട്ട് പോയി തോൽവി അറിഞ്ഞതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മുടെ സ്മൃതി ഇറാനിക്ക് ഇപ്പം വന്നിട്ടുള്ളത്. അതായത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലുള്ള ഈ മാറ്റം തീർച്ചയായിട്ടും നമ്മൾ ഗൗനിക്കണം. അതായത് നമ്മൾ വെറുതെ തള്ളിക്കളയാൻ പാടുള്ളതല്ല. പുള്ളി ലോക്സഭയിലോട്ട് വൈറ്റ് ടീഷർട്ടിട്ട് വരുന്ന സമയത്ത് അത് യുവാക്കളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്ന അതായത് ജാതി സെൻസസിനെ പറ്റിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജാതി രാഷ്ട്രീയം സംസാരിക്കുന്നു. ഇതൊക്കെ വെറും എന്താ പറയുക തള്ളുകളായിട്ട് മാത്രം എടുക്കാൻ പാടില്ല. ഇതിലെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലോട്ട് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടതും. ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുടെ ടെമ്പിൾ റൺ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ടെമ്പിൾ റൺ രാഹുൽ ഗാന്ധി പല പല ഈ അമ്പലങ്ങൾ സന്ദർശിച്ചിട്ട് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ട്രൈ ചെയ്തു. പക്ഷേ അതിൽ വേണ്ടത്ര എന്താ പറയുക ഒരു ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷേ രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്ര അത് നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് വന്നു എന്നുള്ളത് സ്മൃതിക്ക് ഇപ്പം മനസ്സിലായി, BJP സർക്കാരിന് മനസ്സിലായി, ജനങ്ങൾക്കും അത് കഴിഞ്ഞ ഇലക്ഷനോടുകൂടി തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി പറയുന്ന ഓരോ പ്രസ്താവനകളും വെറുതെ എഴുതി തള്ളാതെ അല്ലെങ്കിൽ പുള്ളി പറയുന്നതിൽ കാര്യം കാണിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം നല്ല രീതിയിൽ തന്നെ BJPക്ക് തിരിച്ചടി കിട്ടും എന്നാണ് ആ സംസാരത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂയുടെ കംപ്ലീറ്റ് പാർട്ടിലോട്ട് നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്നത്. ചിലപ്പം ഒരുപാട് അഹങ്കരിച്ച് തൻ്റെ എതിർസ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ തൻ്റെ എതിർസ്ഥാനത്തുള്ള പാർട്ടിയുടെ വക്താവിനെ വരെ മോശമായിട്ട് ഇത്രയും സംസാരിച്ച് അവസാനം ഒരു തോൽവി, അതും 1,00,000 വോട്ടിൻ്റെ മേലെ തോൽവി, അതും കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് തോൽവി ഏറ്റതുകൊണ്ടായിരിക്കാം ഈ ഒരു തിരിച്ചറിവ് ഇപ്പം നമ്മുടെ സ്മൃതി ഇറാനിക്ക് ഉണ്ടായത്. അതുമാത്രമല്ല തോൽവിക്ക് ശേഷം ഭയങ്കരമായിട്ട് സൈബർ ഇടങ്ങളിലും എല്ലാ സ്ഥലത്തും പരിഹാസത്തിന് പാത്രമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ സ്മൃതി ഇറാനി, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് പോലും രാഹുൽ ഗാന്ധി തൻ്റെ എന്താ പറയുക ഇടപെടൽ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത് പാടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടാണ്. ചിലപ്പം ആ ഒരു തിരിച്ചറിവും സ്മൃതി ഇറാനിക്ക് ഇപ്പം വന്നു കാണും. ഒരു കാലത്ത് ഭയങ്കര അരഗൻ്റായിട്ടുള്ള ലേഡി ആയിട്ടായിരുന്നു നമ്മളെല്ലാവരും സ്മൃതി ഇറാനെ ചിത്രീകരിച്ചത്. അത് അവരുടെ പാറ്റേൺ, അവരുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നു. അവരുടെ സംസാരങ്ങളും അവരുടെ ഇടപെടലുകളും എല്ലാം അങ്ങനെ ആയിരുന്നു. അതിനെല്ലാം കൂടെ തികച്ച് ഒരു എന്താ പറയുക തോൽവി തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ടെല്ലാം ഉണ്ടായിട്ടുള്ള തിരിച്ചറിവായിരിക്കാം സ്മൃതി ഇറാനിക്ക് ഇപ്പം സ്മൃതി ഇറാനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. ഒരു സൈഡിൽ സ്മൃതി ഇറാനിക്ക് ഈ വെളിപാടുകളെല്ലാം വരുമ്പം മറ്റൊരു സൈഡിൽ BJP പൊക്കിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ കങ്കണക്ക് വെളിവുകേടുകൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 2 പ്രസ്താവനകളാണ് ഒരു ബോധമില്ലാത്ത രീതിയിൽ കങ്കണ പറഞ്ഞത്. അതിൽ ഒന്നിതായിരുന്നു. तभी तो हमारे प्रधानमंत्री जी ने जो है पहले जब राम कोविंद जी आए पहले दलित राष्ट्रपति वो बने, दूसरे KR नारायणन पहले थे. सॉरी फॉर माय मिस इन्फॉर्मेशन. കങ്കണ പറഞ്ഞത് ഇതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, അവിടെ തന്നെ അവരുടെ നാക്ക് പഴച്ചു എന്നുള്ള അത്ര വിവരമേ അവർക്കുള്ളൂ. ആയിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ അവതാരകനെ തിരിക്കുന്നുണ്ട്. അതായത് അല്ല, സെക്കൻഡാണ്, ഫസ്റ്റ്
നമ്മുടെ KR നാരായണൻ, നമ്മുടെ കേരളക്കാരനായിട്ടുള്ള KR നാരായണനാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ അവർ മിസ്റ്റേക്ക്, അതായത് സ്വന്തം വിഡ്ഢിത്തം അംഗീകരിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമിക്കായിട്ട് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, വെറുതെ പറയുന്നില്ല, രാംനാഥ് കോവിഡ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അറിയില്ല, പേര് പോലും മൊത്തമായിട്ട് അറിയില്ല. രാംനാഥ് കോവിന്ദാണ്. ആ കോവിഡ് അത്രയും എന്താ പറയുക, ബുദ്ധിശൂന്യായിട്ടുള്ള ഒരു MP ആണ് BJP ഇത്രയും കാലം പൊക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കങ്കണ. എന്താണെങ്കിലും അവിടെ കൊണ്ടും തീരുന്നില്ല. മറ്റൊരു പ്രസ്താവന കൂടെ ഉണ്ടായി. ऑन व्हाट बेसिस उनको ये उपलब्धि क्यों मिली है? ऑपोजिशन लीडर करने के लिए उन्होंने क्या तीर मारा है, क्या मुझे बता सकते हैं? 99 सीट्स लाए हैं. अरे वो 10% सीट्स चाहिए होती हैं लीडर ऑफ ऑपोजिशन के लिए, उनको आई हैं. 55 सीट्स चाहिए होती हैं, उनको 99 आई है, तो मिल गया LOP. ठीक है, अगर आपको ऐसे बात करनी है तो फिर इसका कोई जवाब हो ही नहीं सकता. അതായത് കങ്കണ ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധിയുടെ എന്തിനെ ബേസിലാണ് നമ്മൾ പ്രതിപക്ഷ നേതാവാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ അതിനുള്ള ഉത്തരവായിരുന്നു, അതായത് 55 സീറ്റ് മതി പ്രതിപക്ഷ നേതാവാൻ, അതായത് 10% സീറ്റ്. അതിന് പകരം അത് 90 സീറ്റായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബേസിലാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി. അതിനവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ഇത്തരത്തിലുള്ള ആൻസർ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഇത്തരത്തിലുള്ള 2 വെളിവുകേടുകളായിരുന്നു കങ്കണ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചത്. എന്താണെങ്കിലും കങ്കണനെ BJP നേതൃത്വം തന്നെ വിളിച്ചിട്ട് വാ തുറക്കരുത്, പ്ലീസ് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ വെളിവില്ലാത്ത കങ്കണ വെളിവുകേട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്ക് എന്താ പറയുക, അത് കോൺഗ്രസ്സിന് തന്നെയാണ് അതിൻ്റെ എന്താ പറയുക നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. പറയണ ഇത്തരത്തിലുള്ള കുറേ പാർട്ടി നേതാക്കളുണ്ട് നമ്മുടെ NDAയിൽ. ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെ ഒരു പാർട്ടി നേതാവ്. വാ തുറന്നു കഴിഞ്ഞാൽ തൻ്റെ ആക്ഷനും ഹീറോയിസും മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില നേതാക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതുപോലെ ഫിലിം ഫീൽഡിൽ നിന്ന് വന്ന പല നേതാക്കളും BJPക്കാർ ഇങ്ങനെ പൊക്കിയെടുത്ത് നടന്ന അവസാനം അതെല്ലാം അവർക്കുള്ള കുഴി തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് BJP എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതല്ല, നിങ്ങൾക്ക് തിരിച്ചുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറ. എന്താണെങ്കിലും ഈ 2 കാര്യങ്ങളായിരുന്നു നമ്മുടെ BJP NDA സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, സ്മൃതിയുടെ വെളിവും നമ്മുടെ കങ്കണയുടെ വെളിവില്ലായ്മ.